നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ഈ ശതമാനം വർദ്ധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും SIR വന്ന് കള്ള വോട്ടുകൾ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ആ ഒരു ശുദ്ധീകരണത്തിൻ്റെ ഫലം, ഒരു ശുദ്ധീകലശം. പക്ഷേ അതുകൂടാതെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ഒരു കാര്യം, ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടുതലായിട്ട് ഇപ്രാവശ്യം വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇതിൽ 2 ഫാക്ടേഴ്സ് ഉണ്ടാവും. ഒന്നാമത്, മാറി മാറി ഇടതു മുന്നണി വലതു മുന്നണി, ഒരു കാലിലെ മന്തെടുത്ത് ഇടത് കാലിലെ മന്തെടുത്ത് വലത് കാലിലേക്ക് മാറ്റുന്നു, തിരിച്ചും. ഇത് മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവൻ എന്തിനാ വോട്ട് എന്നുള്ളൊരു നിരാശയാണ് പലർക്കും ഉള്ളത്. ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ സജീവമായിട്ട് ആ മാറ്റത്തിൻ്റെ സമയമായി എന്നറിഞ്ഞുകൊണ്ട് യങ്സ്റ്റേഴ്സ് ഈ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ വലിയ സന്ദേശം പഴയ തലമുറയെ ആൾക്കാർ നൽകി. മോഹൻലാൽ തന്നെ അരമണിക്കൂർ കാത്തു നിന്നാണ് വോട്ട് ചെയ്ത്. മമ്മൂട്ടി വന്ന് പ്രധാനപ്പെട്ട നടീനടന്മാരെല്ലാം ഇലക്ഷൻ കമ്മീഷന് പണം ചെലവഴിച്ച് നടത്തുന്ന പ്രചാരണത്തെക്കാൾ വലിയ പ്രചാരണം അവർ വെയിലത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ പുതിയ ഒരു സന്ദേശവും പുതിയൊരു ആസ്പിറേഷൻസും ഞാൻ ഏതെങ്കിലും പാർട്ടിയുടെ പക്ഷം പറഞ്ഞു, ഒരു പുതിയ തരംഗം നമ്മുടെ ഇലക്ഷനാകുന്ന തെരഞ്ഞെടുപ്പാകുന്ന ഉത്സവത്തിൽ ഈ കൊടും ചൂടിൽ പ്രകടമായിരുന്നില്ലേ? ഇത് തീർച്ചയായിട്ടും BJPയെ സഹായിക്കുന്ന, NDAയെ സഹായിക്കുന്ന, ഒരു മാറ്റത്തിന് വേണ്ടി കൊതിക്കുന്ന ജെൻസി BJPക്ക് നൽകുന്ന ഒരു അംഗീകാരമായിരിക്കുമോ? കഴിഞ്ഞ 3-4 തിരഞ്ഞെടുപ്പുകളായിട്ട് ഇന്ത്യയിൽ പൊതുവെ ഈ യുവാക്കളും പൊതുസമൂഹവും കൂടുതൽ തിരഞ്ഞെടുപ്പിൽ പങ്കാളിത്തം ഉണ്ടാകുന്നുണ്ട് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുന്തോറും. അതിന് പ്രധാന കാരണം നമ്മുടെ മാധ്യമങ്ങളിലൂടെ നവമീഡിയ വരികയും ലോകത്തെ മാറ്റം ഉൾക്കൊള്ളുകയും നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയും തിന്മയും അതോടൊപ്പം തന്നെ വികസനവും വികസനമില്ലായ്മയും ഒക്കെ സാധാരണ ജനങ്ങൾക്ക് അറിയാം. പഴയ കാലത്ത് മുഖ്യധാരാ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും പറയുന്നതായിരുന്നു നമ്മുടെ പ്രമാണമെങ്കിൽ ഇന്ന് നേരിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് ഒരു പുതിയ വികസന രാഷ്ട്രീയം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് നരേന്ദ്രമോദി 2014-ലാണ്. അപ്പോൾ അദ്ദേഹം അന്ന് ഡെവലപ്മെന്റ് പോളിറ്റിക്സ്, നമ്മൾ പറയാ ആസ്പിറേഷണൽ പോളിറ്റിക്സ് എന്നുള്ള തലത്തിൽ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ജാതി മത സമവാക്യങ്ങൾക്ക് വീതം വെച്ച് നൽകുന്ന രാഷ്ട്രീയത്തിനപ്പുറം വികസനം ഉണ്ടാവണം. അപ്പം നമ്മൾക്ക് തൊഴിലില്ലായ്മ വേതനവും പെൻഷനും വിധവാ പെൻഷനും അങ്ങനെയൊക്കെയുള്ള സാമൂഹ്യക്ഷേമ പരിപാടികൾക്ക് അപ്പുറമായിട്ട് തൊഴിൽ ലഭിക്കുന്ന സംരംഭങ്ങൾ ഉണ്ടാവണം. അപ്പോൾ ആദ്യകാലത്ത് നരേന്ദ്രമോദിയും ഫീബീസ് കൊടുക്കുന്നതിന് ഫ്രീബീസിനെ വളരെ എതിരായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചറിലായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവണം. വികസനം ഒരു മുഖ്യ അജണ്ടയായിട്ട് മാറി. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ ഇടത് വലത് മുന്നണികൾ മത ജാതി സമവാക്യങ്ങളെ മാനേജ് ചെയ്തായിരുന്നു മുന്നോട്ട് കൊണ്ടത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവും വികസനത്തെ മുന്നിൽ വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് നരേന്ദ്രമോദി ചെയ്തത് പോലെ തന്നെ ഇവിടെയും ചിലതൊക്കെ ചെയ്തതെന്നുള്ള ഒരുപാട് പ്രചരണവും പരസ്യവും ഒക്കെ അവരുണ്ടായി. വികസനം, അതായത് അവരെടുത്ത് കാണിച്ച പുതിയ സ്കൂൾ ബിൽഡിങ്ങുകൾ, അല്ലെങ്കിൽ പുതിയ പാലങ്ങൾ, പുതിയ റോഡുകൾ, അത് ദേശീയപാത വരെ കാണിച്ചു. ദേശീയപാത ആദ്യം നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ട്, ഈ തരത്തിൽ നമ്മൾ അതിനാണ് അവർ കേരയിൽ കൊണ്ടുവന്നു. നടന്നില്ലെങ്കിൽ കേരയിൽ കൊണ്ടുവന്നു, മെട്രോ കേരളത്തിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ തരത്തിൽ കേരളത്തിലെ പുതിയ തലമുറ ഈ പരമ്പരാഗത രാഷ്ട്രീയത്തിനപ്പുറം, ജാതി മത രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് വികസന രാഷ്ട്രീയത്തിൽ താല്പര്യം കാണിക്കുകയും നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തിലെ 4ാമത്തെ സമ്പദ്ശക്തിയായിട്ട് രാജ്യം മാറി. 2014 നമ്മൾ 11ാമത്തെ സമ്പദ്ശക്തിയാണെങ്കിൽ ഇന്ന് 4ാമത്തെ ശക്തിയാണ്. താമസിയാതെ നമ്മൾ 3ാമത്തെ സമ്പദ്ശക്തിയായി മാറും. ലോകത്തിന് തന്നെ, ലോകത്തിലെ ഏറ്റവും 3.5 കോടി ഇന്ത്യക്കാരിന്ന് ലോകം മുഴുവനും ജീവിക്കുന്നുണ്ട്. അതായത് കൂടുതലും ടെക്നോക്രാറ്റ്സ് ആയിട്ടും ആ തരത്തിലുള്ള അഭയാർത്ഥികളായിട്ടല്ല നമ്മൾ പോയി, എല്ലാം തന്നെ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ ഭാഗമായി അവർ ലോകം മുഴുവൻ, പക്ഷേ IT സെക്ടറിൽ ലോകത്തിൽ തന്നെ 30-40% ഇന്ത്യൻ യുവാക്കളാണ്. പല ഫാമിന്റെയും CEO-മാർ ഇന്ത്യൻ വംശജരാണ്. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയിലെ യുവാക്കൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. നമ്മുടെ ഗവൺമെന്റിലുണ്ട്, നമ്മുടെ കേരള ഗവൺമെന്റിലും സ്റ്റേറ്റ് ഗവൺമെന്റിലും ഒക്കെ തന്നെ. അപ്പം നമ്മൾ ശീലിച്ച പരമ്പരാഗതമായ സമരവും ഹർത്താലും നടത്തിയുള്ള രാഷ്ട്രീയവും കുറച്ച് അഴിമതിയും കുറച്ച് അക്രമവും ഒക്കെ പറഞ്ഞ് കുറച്ച് അങ്ങനെ ഒരു ആരോപണങ്ങളിലും സ്ത്രീ വിഷയത്തിലുമൊക്കെയാണ്. നമുക്കറിയാം 2014 തെരഞ്ഞെടുപ്പ് 14 തെരഞ്ഞെടുപ്പ് തന്നെ ഒരു സരിതാ വിഷയത്തിലായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും മാങ്കൂട്ടം, അങ്ങനെ പെണ്ണ് കേസ്, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചർച്ചയിൽ വരുന്നത്. അതുപോലെ കേവലം 5000 രൂപ കൊടുത്തു എന്നുള്ളതിന് പറയും മാധ്യമങ്ങൾ നടക്കുക ഒരു
എനിക്ക് തോന്നുന്നു, എനിക്ക് കേരളത്തിലെ മാധ്യമങ്ങളാണ് BJP വരുന്നതിന് വലിയ പ്രതിപക്ഷത്തെക്കാൾ വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ ഒന്നിച്ചുകൊണ്ട് 5000 രൂപ കൊടുത്തു എന്ന് പറഞ്ഞ് അത് വലിയൊരു വാർത്ത. അല്ല, അത് ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തെറ്റുന്നില്ല. പക്ഷെ അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. അതായത് ഒരു 24 മണിക്കൂർ അത് കാണിക്കേണ്ട ആവശ്യമില്ല. പോലീസ് കേസ് എടുക്കുക ഒരു കേസല്ല അത്. ഇത് അങ്ങനെയല്ല. നമ്മൾ പക്ഷെ ഇത് ചെറുപ്പക്കാരെ എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ ഒരു അന്വേഷണത്തിൽ ചെറുപ്പക്കാരൊന്നും നമ്മുടെ മെയിൻ സ്ട്രീം ചാനലുകൾ കാണുന്നില്ല. അവരെല്ലാം സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ചാനലാണ് കൂടുതൽ കാണുന്നത്. തീർച്ചയായും. അപ്പൊ നവമീഡിയയിലൂടെ ഇപ്പൊ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെല്ലാവരും ഈ ആസ്പിറേഷണൽ പൊളിറ്റിക്സിന്റെ വക്താക്കളാണ്. അതായത് അവർക്ക് വികസനമുണ്ട്, രാജ്യത്തിന് വികസനമുണ്ട്. ഞാൻ മാത്രം വികസിച്ചാൽ പോലെ എൻ്റെ ഞാനൊരു രാജ്യത്തിൽ എനിക്ക് അഭിമാനമുണ്ടാകണം. അപ്പൊ രാജ്യം ലോകത്തിന്റെ മുന്നിൽ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ അവരുടെ ഒരുപാട് അംഗീകാരം നേടിയ ഒരു വ്യക്തി എന്നുള്ള തരത്തിൽ പലപ്പോഴും അത് പ്രധാനമന്ത്രിക്കല്ലല്ലോ കിട്ടുന്നത്, നമ്മുടെ രാജ്യത്തിനാണ് കിട്ടുന്നത്. അപ്പൊ ആ തരത്തിൽ നമ്മുടെ രാഷ്ട്രം നേരിടുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോഴും നമ്മുടെ യുവാക്കളുടെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം. ഭൂരിപക്ഷം പേര് നമ്മുടെ രാജ്യത്തോടൊപ്പമാണ് നിൽക്കുന്നത്. അതിനകത്ത് ഒരു മനസ്സോടെയാണ് രാജ്യത്തെ അവർ നോക്കിക്കണ്ടത്. അപ്പം നമ്മുടെ രാജ്യം എങ്ങനെ മുന്നേറുന്നു എന്നുള്ളത് ഇന്ന് സാധാരണ സ്കൂൾ കുട്ടിക്ക് പോലും അറിയാം. അപ്പൊ കേരളത്തിലെ യങ്സ്റ്റേഴ്സും അതേ പാതയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, നമ്മൾ പറഞ്ഞ പരമ്പരാഗത രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് പുതിയ രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് ഈ യങ്സ്റ്റേഴ്സ് ആയിരിക്കും. നമ്മൾ ജെൻസി വോട്ടേഴ്സ് മാത്രമല്ല, അതിൻ്റെ കുറച്ച് മുതിർന്നവരുൾപ്പെടെയുള്ള ആൾക്കാർ. ഇപ്പൊ 2020 പോലെയുള്ള പ്രസ്ഥാനം കേരളത്തിൽ വന്നത് ഒരു പ്രാദേശിക തലത്തിൽ 2, 3, 4 പഞ്ചായത്തിലാണ് അതിന്റെ സ്വാധീനം. 1, 2 നിയമസഭാ മണ്ഡലത്തിലായാലും തുടക്കമെങ്കിൽ പോലും അവരുടെ മെസ്സേജ് എന്ന് പറയുന്നത് കേരളത്തിന്റെ വികസന മുരടിപ്പിന് കാരണമായ ഇടത് വലത് മുന്നണി രാഷ്ട്രീയത്തെയാണ്. അപ്പൊ നമ്മൾ എടുത്തു പറയണമെങ്കിൽ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുന്നനാട് പഞ്ചായത്തിൽ ഇടതും വലതും മുന്നണികളും ഒന്നിച്ച്, അതായത് 24 കക്ഷികളുടെ കൊടി ഒന്നിച്ച് വെച്ചിട്ടാണ് അവിടെ സംയുക്ത മുന്നണി ഉണ്ടാക്കിയാണ് 2020 പരാജയപ്പെടുത്താൻ ശ്രമിച്ചത്. അതിൽ കുറച്ചൊരു വിജയിച്ചു, എന്നിട്ട് സീറ്റ് കുറയ്ക്കാനായി കഴിഞ്ഞു. ഈ തരത്തിൽ നമ്മുടെ പുതിയ തലമുറ മാറി ചിന്തിച്ചു തുടങ്ങി. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടാകുന്ന നേട്ടം, അതിൽ ഞാൻ എടുത്തു പറയേണ്ടത് തിരുവനന്തപുരം നഗരമണ്ഡലങ്ങളിൽ BJPയുടെ മുന്നേറ്റത്തിൽ ഈ യുവാക്കൾ, വിശേഷിച്ചും IT രംഗത്ത് വർക്ക് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ വോട്ട് ബാങ്ക് ഉള്ളത് കഴക്കൂട്ടം നിയോജകമണ്ഡലത്തിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴക്കൂട്ടം മണ്ഡലത്തിലെ വോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BJPയുടെ വോട്ട് ക്രമാനുഗതമായി ഉയരുകയാണ് ചെയ്തത്. അപ്പോൾ ശശി തരൂർ എന്ന് പറയുന്ന ഒരു വിശ്വപൗരൻ എന്ന് പറയുന്ന ഒരാളാണ് മറുവശത്തെങ്കിലും BJPയുടെ സ്ഥാനാർത്ഥിക്കാണ് അവിടെ വോട്ട് കിട്ടുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ BJPയെ ഇന്ന് ഒരു പുതിയ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പുതിയ പ്രതീക്ഷയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പര്യായമായിട്ട് BJP രാഷ്ട്രീയത്തെ കാണുന്നുണ്ട്. അപ്പോൾ അതിന് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ തമിഴ്നാട്ടിലെ DMK അവർ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന വികസനം മുന്നിൽ വെച്ചുകൊണ്ടാണ്. നേരത്തെ അങ്ങനെയല്ല. നേരത്തെ ഒരു ആന്റി ഹിന്ദി ഇപ്പോഴും അതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരും വികസനവരും ഒരു ഇതായിട്ട് വന്നു. അപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി പോലും അവരെ പരമ്പരാഗതമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെയൊക്കെ കളഞ്ഞുകൊണ്ട് പുതിയ വികസനത്തിന്റെ ഒരു വക്താക്കളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ BJP അതിനുള്ള അജണ്ട സെറ്റ് ചെയ്തു. അതെ, കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രകടമായ മാറ്റമിടാതെ ഇപ്പൊ വെറും ജാതിയും മതവും അല്ല നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇപ്പൊ കേരളത്തില് വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരായിട്ട് ടാലന്റായ യുവാക്കൾ മുഴുവനും കേരളം വിട്ടുപോകാണ്. നിങ്ങളൊരു സർവേ നടത്തണം. ഇവിടെ അങ്ങനെയുള്ള സർവേ നടക്കുന്നില്ല. നമ്മളൊരു തിരുവനന്തപുരത്ത് ഒരു നഗരം എടുത്തൊരു സർവേ നടത്തി കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും രക്ഷകർത്താക്കളേ ഉള്ളൂ. മക്കളെല്ലാവരും വിദേശത്തല്ല. എനിക്ക് അവിടെ ഒരു പോയിന്റ് പറയാനുള്ള അവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഗൾഫ് സിൻഡ്രോം എന്നൊക്കെ പറയുന്നുണ്ട് ആ രോഗങ്ങൾക്ക്. അതുപോലെ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക്, അമേരിക്കയിലൊക്കെ പോയിരിക്കുക. നമ്മൾ ഈ പറഞ്ഞ കോട്ടയത്തെ ചില സ്ഥലങ്ങൾ, പത്തനംതിട്ടയിലെ ചില സ്ഥലങ്ങൾ, കടമ്പനാട്, അവിടെ രക്ഷകർത്താക്കൾ പ്രായമായവർ മാത്രമേ ഉള്ളൂ, മക്കളെല്ലാം അമേരിക്കയിലാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ നേരിടുന്ന ഏറ്റവും വലിയ വ്യഥ എന്ന് പറയുന്നത് മക്കളുടെ അടുത്തില്ല എന്നുള്ള ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ. അപ്പോൾ അങ്ങനൊരു അവസ്ഥയിൽ അവരും ചിന്തിക്കുന്നത് നമ്മുടെ മക്കൾ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അതിന് ഏറ്റവും വേഗത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന, മറ്റു പാർട്ടികൾ അങ്ങനെ പ്രവർത്തിക്കുന്നതല്ലെന്നല്ല, ഏറ്റവും വേഗത്തിൽ റിസൾട്ട് ഉണ്ടാക്കുന്ന സംഘടന BJP ആണ്. ആ BJPയിലേക്കുള്ള അതിനോടൊരു ആസ്പിറേഷണൽ പൊളിറ്റിക്സ് അവിടെയും വരുന്നു. അല്ല, അത് മാത്രമല്ല, നമ്മൾ ഈ വിദേശത്ത് പോകുകയല്ല. ഇപ്പം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ IT രംഗത്ത് ജോലി ചെയ്യണമെങ്കിൽ കേരളത്തിൽ അവസരങ്ങളില്ല. അപ്പം നമ്മൾ പോകുന്നത് ബാംഗ്ലൂർ, ഹൈദരാബാദ്, അതുപോലെ ചെന്നൈ, പൂനെ ഇതുപോലെയുള്ള തുടങ്ങിയ ഇൻഡോർ അങ്ങനെയുള്ള മേഖലയിലേക്കാണ്. അപ്പോൾ എന്തുകൊണ്ട് കേരളം IT രംഗത്ത് ഇന്ത്യയിൽ ആദ്യമായി ടെക്നോ പാർക്ക് തുടങ്ങിയ സ്റ്റേറ്റാണ് 82-ൽ. പക്ഷെ കേരളത്തിന് മുന്നോട്ട് വരാൻ കഴിഞ്ഞാൽ അന്ന് ബാംഗ്ലൂരിൽ തുടങ്ങിയിട്ടേ ഇല്ലായിരുന്നു.
ഇന്ന് ഇന്ത്യയുടെ IT എക്സ്പോർട്ടിൽ കേരളത്തിൻ്റെ സംഭാവന ഈ 2025 2.5%. 2026 ജനുവരിയിൽ കേരള ഗവൺമെൻറ് പിണറായി സർക്കാർ ഒരു IT പോളിസി കൊണ്ട് അതിൽ പറയുന്ന ലക്ഷ്യം 10% എന്നുള്ളതാണ്. അതായത് നമ്മുടെ IT രംഗത്ത് നമ്മുടെ കോൺട്രിബ്യൂഷൻ 10% യഥാർത്ഥത്തിൽ നമ്മൾക്ക് ബാംഗ്ലൂരിന് മുന്നേ തന്നെ കേരളത്തിന് IT രംഗത്ത് നമ്പർ 1 ആയി മാറാം. നമ്മളെ കേരളത്തിൻ്റെ കാലാവസ്ഥ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഇത്രയും മനോഹരമായ സ്ഥലം ലോകത്തൊരിടത്തുമില്ല. മറ്റ് യാതൊരു തരത്തിലുമുള്ള ഇപ്പം ഡൽഹിയിലുള്ളതുപോലെയുള്ള അന്തരീക്ഷ വായുവിൻ്റെ മലിനീകരണം പോലെയുള്ള വിഷയങ്ങൾ അങ്ങനെയൊന്നും നമുക്കില്ല. പക്ഷേ ഈ നാട്ടിൽ ഈ ദൈവത്തിൻ്റെ നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ ഈ നമ്മുടെ യുവാക്കൾ മുഴുവനും മറ്റ് സംസ്ഥാനങ്ങളിൽ പോവുകയാണ്, അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ. ഹൈദരാബാദ് പോലും സിലിക്കോൺ വാലി, ഇന്ത്യയുടെ സിലിക്കോൺ വാലി 2000-ന് ശേഷം ഡെവലപ്പ് ചെയ്തു. 2001 ചന്ദ്രബാബു നായിഡു ആണ് ഇന്നത്തെ പുതിയ ഹൈദരാബാദ്. മാത്രമല്ല അതിലും വലിയൊരു അപകടം നമ്മുടെ വിദ്യാലയം, നമ്മുടെ കോളേജുകളിൽ, കേരളത്തിലെ കോളേജിൽ 50% വിദ്യാർത്ഥികൾ കിട്ടാതെ, ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയിൽ 55% സീറ്റ് വേക്കൻ്റ് ആണ്. കേരളം മൊത്തത്തിൽ 45% സീറ്റുകൾ വേക്കൻ്റ് ആയിട്ട് കിടക്കണം. ഇത് നിയമസഭയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൊടുത്ത കണക്കാണ്. ആ തരത്തിൽ നമ്മുടെ പഠിക്കാനും കുട്ടികൾ കേരളം വിട്ടു പോകേണ്ടി വന്നു. അപ്പം നമ്മുടെ പുതിയ തലമുറയുടെ ഇടയിൽ ഈ കേരളത്തിൽ എനിക്ക് പഠിക്കാനും ഈ കേരളത്തിൽ ജോലി കിട്ടാനും എൻ്റെ അച്ഛനും അമ്മയോടൊപ്പം കഴിയാനും, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ സംസ്കാരം, എൻ്റെ ആഹാരമൊക്കെ കഴിയാനുള്ള എൻ്റെ അവകാശം ഇല്ലേ? അത് വേണമെന്നൊരു ഒരു ചർച്ച. ഇപ്പം രാജീവ് ചന്ദ്രശേഖരനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ തരത്തിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഉയർത്തി കാണിക്കുന്നത് ഇത്തരം വിഷയങ്ങളാണ്. കാരണം നമ്മുടെ കുട്ടികളുടെ മൗലിക അവകാശം, ഇപ്പം ഞാൻ അമേരിക്കയിൽ പോകുന്നു, മറ്റു വിദേശത്ത് പോകുമ്പോഴത്തേക്ക് സാമ്പത്തികമായി ഞാൻ ഒരു മെച്ചമാകും, പക്ഷേ എൻ്റെ സാംസ്കാരിക ലൈഫ് ഇല്ലാതെ. ആ അമേരിക്ക നമുക്ക് ഇവിടെ സൃഷ്ടിക്കാമല്ലോ, നമ്മളെ വികസിത രാജ്യം. നമ്മൾ ഞാൻ പോകണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ നമ്മുടെ രാജ്യത്ത് എൻ്റെ സാംസ്കാരിക ലൈഫ് പോവുകയാണ്, എൻ്റെ കൾച്ചറൽ ലൈഫ് പോവുകയാണ്, എൻ്റെ ആഹാരം പോവുകയാണ്. എല്ലാം നമുക്ക് നഷ്ടപ്പെട്ട് നമ്മളൊരു പുതിയ ജീവിക്കാൻ വേണ്ടിയിട്ട് നല്ല വരുമാനമുള്ള ജീവിതത്തിലേക്ക് നമ്മൾ പോകുന്നു. പക്ഷെ നമ്മുടെ ഒരു മനുഷ്യൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ആദ്യം നമ്മൾ സാമ്പത്തികം പ്രധാനമാണെങ്കിലും നിങ്ങൾ സമ്പത്ത് നേടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് സാംസ്കാരികമായ ഔന്നത്യം വേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളുടെ പാട്ട്, കല, ഇതെല്ലാം വേണ്ടേ? അപ്പൊ ഇതൊന്നും ഇല്ലാത്ത ലോകത്ത് ചെന്ന് ജീവിക്കുന്നതിന് പകരം ഈ കേരളത്തിൽ നമുക്ക് ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് എൻജോയ് ചെയ്ത്, അതേസമയം മാമ്പഴക്കാലങ്ങൾ നഷ്ടപ്പെടാതെ ഇവിടെ തന്നെ താമസിക്കുന്ന ഒരു പരിസ്ഥിതി ഉണ്ടാകും. നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഇതിന്ന് ചർച്ചാ വിഷയമായിട്ടുണ്ട്. നവമീഡിയയിലൂടെ ഇത് കാര്യമായ രീതിയിൽ ചർച്ച ചെയ്തു. കേരളത്തിലെ യുവാക്കളുടെ വോട്ട് BJPക്ക് കിട്ടും. BJPക്ക് കാര്യമായ വലിയ വിസ്മയമാകുമെന്നും നമുക്ക് ന്യായമായിട്ടും കരുതാം. തീർച്ചയായിട്ടും ഈ ആസ്പിറേഷണൽ പൊളിറ്റിക്സിൽ ഇവിടെ വരുന്ന യുവതലമുറയിലെ വലിയൊരു ശതമാനം NDA, അതായത് 2020 പോലെയുള്ള പ്രസ്ഥാനങ്ങളും ഇതിലേക്ക് കടന്നു വന്നതോടെ കൂടുതൽ ഇത്തരം കാര്യങ്ങൾക്ക്, ഇത്തരം വിഷയങ്ങൾ ചർച്ചാ വിഷയമായിട്ട്. ഞാനിപ്പം 2020 അവരുടെ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളുമൊക്കെ തന്നെ കേരളത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കുക, നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കുക, അല്ലെങ്കിൽ ഈ സമര ആഭാസങ്ങൾക്ക് പുറത്ത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകി, അതുപോലെ മയക്കുമരുന്നും മദ്യവും ഇല്ലാത്ത, ക്രിമിനൽ വാസനയിലേക്ക് പോകാത്ത, അക്രമ രാഷ്ട്രീയമില്ലാത്ത ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിലേക്ക് കേരളം വരണമെന്ന് ചിന്തിക്കുന്നവരാണ് കേരളത്തിലെ പുതിയ തലമുറ. നമ്മുടെ ജെൻസി തലമുറയും തീർച്ചയായിട്ടും ആ തരത്തിൽ ചിന്തിക്കുന്നവരെ തന്നെയാണ്. അത് ആ വികസന രാഷ്ട്രീയത്തിന്റെ വക്താവ് എന്ന തരത്തിൽ BJPക്ക് അതിന്റെ ഗുണഭോക്താവാണ്. നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പ്രതിഫലിച്ച് കാണാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.